മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങൾ സൗഹൃദ സന്ദർശനമെന്നും തെരഞ്ഞെടുപ്പുമായി ഇന്ന് ബന്ധമില്ലെന്നും ഖലീൽ ബുഖാരി തങ്ങൾ പ്രതികരിച്ചു. സ്ഥിരമായിട്ട് നടക്കുന്നതാണല്ലോ, ഭരിക്കുന്നവരാരാണെങ്കിലും അവരായിട്ടുള്ള കാര്യങ്ങൾ സൗഹൃദ ബന്ധം ഞങ്ങൾ മുമ്പേ സ്ഥാപിക്കുന്നതാണ്. ഞങ്ങൾ അവരുമായി ആശയവിനിമയങ്ങളൊക്കെ നടത്തുന്നതാണ്. അത് തെരഞ്ഞെടുപ്പായിട്ടില്ല, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ തെളിഞ്ഞു വരണമല്ലോ. ഇത് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ മകൻ്റെ കല്യാണത്തിന് മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്, എല്ലാ നോമ്പുറക്കും പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് സൗഹൃദ ബന്ധം എല്ലാ ഭരണകർത്താക്കളായിട്ട് നടത്താറുണ്ട്. മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ഗോകുൽ കെ വേണുഗോപാലാണ്. ഗോകുൽ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇതൊരു സൗഹൃദ സന്ദർശനമാണ്, പല സമയത്തും തങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ, പരസ്പരമുള്ള സന്ദർശനങ്ങൾ, സംഭാഷണങ്ങൾ ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു സൗഹൃദ സംഭാഷണത്തിനപ്പുറം അതിലെന്തെങ്കിലും ഉണ്ടോ? ക്രിസ്റ്റീന, തീർച്ചയായും ഈ സൗഹൃദ സംഭാഷണം എന്ന് പറയുമ്പോഴും എന്തൊക്കെയായിരുന്നു അതിൽ പ്രധാനമായും ചർച്ച ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഖലീൽ ബുഖാരി തങ്ങൾ പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല. എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ സാധിക്കില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പ്രത്യേകിച്ചും ഈ സമയത്ത് ഈ സന്ദർശനത്തിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ട് എന്ന് പറയാം. കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തിയ കേരള യാത്രയിൽ ഈ മുസ്ലിം ലീഗിൻ്റെയൊക്കെ നേതാക്കൾ പതിവിന് വിപരീതമായി കൂടുതലായി പലയിടങ്ങളിലും പങ്കെടുക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാമായിരുന്നു. നമുക്കറിയാം, ഈ കാന്തപുരം AP വിഭാഗം എന്ന് പറയുന്നത് ഇടതുപക്ഷവുമായി ചേർന്ന്, വിശിഷ്യ CPM-മായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൽ നിന്നൊക്കെ വിപരീതമായി ഇത്തവണത്തെ കേരള യാത്രയിൽ മുസ്ലിം ലീഗിൻ്റെയൊക്കെ നേതാക്കൾ കേരള യാത്രയിൽ അണിനിരുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് മലപ്പുറം കോട്ടക്കലിൽ നടക്കുന്ന ഒരു സമ്മേളനമുണ്ട്. സമസ്തയുടെ 100ാം വാർഷിക വിളംബര പ്രഖ്യാപന സമ്മേളനവുമായി ബന്ധപ്പെട്ട് സുന്നി സംഘടനകൾ തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ച കാര്യം കാന്തപുരം AP വിഭാഗത്തിന്റെ മറുപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ചർച്ചയിൽ ഒരു പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ ഖലീൽ ബുഖാരി തങ്ങൾ അത് പൂർണ്ണമായും നിഷേധിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഭരണകർത്താക്കളുമായി എപ്പോഴും ചർച്ച നടത്താറുണ്ട്, അവരുമായി എപ്പോഴും സൗഹാർദ്ദമുണ്ട്, ചർച്ച നടത്തുന്ന കാര്യങ്ങളെല്ലാം ഒന്നും പുറത്തു പറയാൻ സാധിക്കില്ല. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തോ എന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പിന് ഇനിയും കാലമുണ്ടല്ലോ, ആ സമയമാകുമ്പോഴേക്കേ അത്തരം കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകൂ, രാഷ്ട്രീയ നിലപാടുകളൊക്കെ പ്രഖ്യാപിക്കുക സമസ്തയുടെ മുഷാവറ ചേർന്നതിന് ശേഷമായിരിക്കും, തങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, കക്ഷി രാഷ്ട്രീയമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിലനിൽക്കുന്നതിനാൽ തന്നെ പ്രത്യേകിച്ചും കേരള യാത്രയിൽ മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സുന്നി സംഘടനകളുടെ ഐക്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം, പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ന് വൈകിട്ട് ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഖലീൽ ബുഖാരി തങ്ങളുടെ സന്ദർശനത്തിൽ ഒരു പ്രാധാന്യമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.